ഹലോ അസ്സാം വലൈക്കും. നമ്മളിപ്പോൾ നട്ടപ്പാതിരാക്ക് നീച്ചിക്കണു. ഗ്യാസ് കയറിക്കാൻ തോന്നുന്നു, ഒരു സുഖമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവപ്പാന്ന്. പക്ഷാണെങ്കിൽ നാട്ടിലില്ല, ഇപ്പാക്ക് തീരെ സുഖമില്ല. എനിക്കാണെങ്കിൽ പേടിയാവും, രാത്രിക്ക് എന്തെങ്കിലും അധികം ആയാലോ പേടിച്ചിട്ട് ഞാൻ വേഗം മനുവിനെ വിളിച്ചു, മനു കൂട്ടുകാരനെ വിളിച്ചു. ഞങ്ങളങ്ങനെ വൈശാഖിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാണെങ്കിലും ശരി, പിന്നെ വണ്ടികൾക്കൊന്നും ഒരു കുറവില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, വർത്താനൊക്കെ പറഞ്ഞ് അവിടെ എത്തി. ഹോസ്പിറ്റൽ കണ്ടപ്പോൾ തന്നെ അവിടെ പകുതി അസുഖം മാറി തോന്നുന്നു. ഇപ്പാക്ക് ഇവിടുത്തെ ഡോക്ടർ ഭയങ്കര ഒരു പിടുത്താണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ ഡോക്ടർ നോക്കിയാൽ പെട്ടെന്ന് മാറുന്നൊരു മനസ്സിലങ്ങനെയാണ് ഇപ്പാടെ ഒരു വിശ്വാസം. അതാണ് നമ്മൾ ഗവൺമെൻറ്റിക്കും പിന്നെ രവീന്ദ്രൻ ഡോക്ടറുടെ ആ ക്ലിനിക്കൊന്നും പോകാണ്ട് ഇങ്ങോട്ട് വന്നത്. മനും ഹാഷിമൊക്കെ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെയാണ് എന്താണെന്നൊക്കെ എല്ലാം കൃത്യമായിട്ട് ഇപ്പം ഞാനും പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തു. നല്ലൊരു ഇഞ്ചക്ഷൻ ഡോക്ടർ എഴുതി. രാവിലെ പൊറോട്ടയാണ് കഴിച്ചതെന്ന് പറഞ്ഞു, പിന്നെ നേന്ത്രപ്പഴം, ഇത് രണ്ടും പറ്റിയിട്ടില്ല പാക്ക്. ഒറ്റ മനുഷ്യല്ല കേട്ടോ, നിശബ്ദതയും വിജനതയും കേട്ടോ ഹോസ്പിറ്റലിൽ. അങ്ങനെ ഞാൻ ഇഞ്ചക്ഷനൊക്കെ വാങ്ങി തിരിച്ച് ആ കാഷ്വാലിറ്റിക്ക് തന്നെ പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ നേഴ്സ് രണ്ടുപേരും വാർഡിക്ക് പോയി. പിന്നെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇവർ വരുന്നതും കാത്തിട്ട്. പാവം ഇപ്പാനെ കണ്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായി ഒന്നും കൂടെ. ഇപ്പം പേടിച്ചിരിക്കണ പോലെ ഉണ്ട്. ഇഞ്ചക്ഷൻ്റെ വലിപ്പം കണ്ടപ്പോൾ അതിനേക്കാൾ ടെൻഷനായി പഠിച്ചോനെ. അങ്ങനെ നേഴ്സ് വന്നു, ഇഞ്ചക്ഷൻ വെച്ചു, ഞാൻ ബാക്കി മരുന്ന് കൂടെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇഞ്ചക്ഷൻ വെച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കായിരുന്നു. മനും ഹാഷിമും മുന്നിൽ പോകുന്നുണ്ട്. ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ തന്നെ ഇപ്പോൾ ഉഷാറായിട്ടോ, മാഷാ അല്ലാ. ഞാൻ ഒന്നും ടെൻഷനായി. പിന്നെ ഞങ്ങൾ ഹാഷിമിൻ്റെ അടുത്ത കാറ്, ഞങ്ങളുടെ കാറൊക്കെ വർക്ക്ഷോപ്പിലാണ്. ഇപ്പോൾ പറയുന്നുണ്ട് നല്ലൊരു ചായ കാണുമ്പോൾ നിർത്തുകൊണ്ടു, നല്ല തട്ടുകടയിൽ നിർത്തുകൊണ്ടുവന്ന്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പിന്നെ ആശുപത്രിപ്പടി പോകാറുണ്ട്. പിന്നെ കൂട്ടത്തിൽ എണ്ണ അടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം പമ്പിൽ നിർത്തിയിട്ടോ നെല്ലിപ്പുഴ. പിന്നെ അത് കഴിഞ്ഞ് ആശുപത്രിപ്പടി എത്തി. പമ്പിൻ്റെ അപ്പുറം തന്നെ അല്ലേ ആശുപത്രിപ്പടി എന്നൊന്നും പറയാനില്ല. ഇപ്പം വേഗം ഡോറൊക്കെ തുറന്ന് ചായക്ക് ഓടി. ഞാൻ കാറിലിരുന്നു, ഹാഷിമും മനുവും ഇറങ്ങി. ഞാൻ അങ്ങനെ പെട്ടെന്നൊരു സങ്കടം, എൻ്റെ ബുഷിൻ്റെ ഇപ്പം എന്തെങ്കിലും 2 ഇഡ്ഡലിയും ബോട്ടിയൊക്കെ വാങ്ങി തന്നിരുന്നു. സാരല്ല, ചായ ഒക്കെ കുടിച്ചു. ചായ അടിപൊളിയായിരുന്നു. എന്നാലും എവിടേക്കോ ഒരു വിഷമം ഇല്ലാതില്ല. തിരിച്ച് ഹാഷിമ് വണ്ടി എടുത്തു. മനു ഹാഷിമ് മുന്നിൽ ഓരോ കാര്യങ്ങൾ അന്താരാഷ്ട്ര ചർച്ച പോലെയാണ് അവരുടെ രണ്ടാളുടെയും വർത്താനം കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ പോയി. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ വീട്ടിലെത്തുന്ന വരെ ഇപ്പം സൈലൻ്റ് ആയിരുന്നു, എന്തേന്നറിയില്ല, സൂചി വെച്ചോണ്ടാന്നാവും. പിന്നെ ഞാൻ വന്ന് വേഗം ഗുളികയൊക്കെ കൊടുക്കാൻ പറഞ്ഞു ഡോക്ടർ വന്നിങ്ങനെ. അതൊക്കെ കൊടുത്ത് ഇപ്പം ഗുളികയൊക്കെ എണ്ണി. ഇത്രയും ഗുളിക എനിക്ക് കുടിക്കാനോന്ന്, ഇതിന്ന് കുടിക്കന്നെ വേണം പറഞ്ഞു. അങ്ങനെ ഇപ്പാനെ കൊണ്ട് ഗുളികയൊക്കെ കുടിപ്പിച്ചു. സമയം 12:30. നട്ടപ്പാതിരയാണ്. നാളെ നോമ്പെടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പാൻ്റെ റൂമിൽ ഞാൻ എൻ്റെ റൂമിലും കിടന്നു. അപ്പോൾ ഓക്കെ, ബൈ.